കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. 1 ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ദാവീദിനെക്കുറിച്ച് ശൗലിൻ്റെ ഒരു ഭൃത്യൻ വെളിപ്പെടുത്തുന്ന വെളിപ്പെടുത്തൽ പ്രകാരമാണ്. ദാവീദോ ബേത്ലഹേമിനായ യിശ്ശായിയുടെ മകനാണ്. അവൻ കിന്നരവായനയിൽ നിപുണനാണ്, പരാക്രമശാലിയാണ്, കോമളരൂപിയാണ്, വാക്ചാതുര്യമുള്ളവനാണ്. അതുമാത്രമല്ല, ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്ന യഹോവ അവനോട് കൂടെയുണ്ട്. ദാവീദ് എന്ന് പറയുന്ന മനുഷ്യനോട് കൂടെ യഹോവയായിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട്. ദാവീദ് സാക്ഷ്യപ്പെടുത്തുകയല്ല, ദാവീദിനെക്കുറിച്ച് മറ്റൊരു വ്യക്തി വെളിപ്പെടുത്തുകയാണ്. എല്ലാം ഉണ്ടായിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇല്ലെങ്കിൽ എല്ലാം ഉണ്ടെന്ന് പറയുന്നത് വെറുതെയാണ്. എന്നാൽ ദാവീദിൻ്റെ ജീവിതത്തിൽ അവനെ വിശേഷിപ്പിക്കത്തക്കവണ്ണം പലതും അവനിലുണ്ട്. അതോടുകൂടെ ദൈവ സാന്നിധ്യവും അവനോട് കൂടെയുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ, ദൈവം തന്നിരിക്കുന്ന താലന്തുകൾ, അതെല്ലാം ഉള്ളപ്പോൾ തന്നെ ദൈവസാന്നിധ്യം നമ്മോട് കൂടെയുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ്. ഈ ദിനത്തിൽ ആ ദൈവസാന്നിധ്യം കൂടുതൽ അനുഭവിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.